ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരയ്ക്കത്തോട്ടങ്ങൾ നിര നിര നിരയായി. ആ പാട്ട് പാടിയപ്പോഴാണ് ഒരു പഴയൊരു കാര്യം ആലോചിച്ചത്. എന്താണെന്നറിയാമോ, ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് 25 വർഷമായി. അപ്പം ഞാൻ വരുന്ന സമയത്ത് ഇത് ഒരു പാർക്കല്ലായിരുന്നു, ഇവിടെ വെറും ഒരു തുറസായ സ്ഥലമായിരുന്നു. ഇപ്പോഴാണിത് പാർക്കായത്. പാർക്കായിട്ട് ഏതാണ്ട് ഒരു 10-15 വർഷമായുള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്ന് അന്നിവിടെ നിൽക്കുമ്പോഴത്തേക്കിനും വെറും പറമ്പ് മാത്രമായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വന്ന് വെറുതെ ഇതിലേ പോയപ്പോഴത്തേക്കും ഒരാൾ കുറേ ഒട്ടകമായിട്ട് വരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. നമ്മളങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ വന്ന സമയത്തൊക്കെ നമ്മൾ നാട്ടിൽ കുറേ പൂച്ചയും പട്ടിയൊക്കെ അല്ലേ കണ്ടുള്ളൂ, പശു അങ്ങനെയൊക്കെ കണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പുള്ളിക്കാരോട് ചോദിച്ച് ഇത് എന്തിനുള്ളതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അത് പിന്നെ വിൽക്കാനുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എത്രയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് അത് എന്താ കാര്യം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ഒരെണ്ണത്തിന് തരുമോയെന്ന് ചോദിച്ചു. അപ്പം അയാൾ ഉടനെ ഞാനോ തരത്തില്ലായിരിക്കുമെന്ന്, നമ്മുടെ പൈസയൊന്നും ഇല്ലല്ലോ. ഉടനെ ഒരെണ്ണത്തിനെടുത്ത് തന്നു. അതോ ഇത്രയും പൊക്കമുണ്ട്, ഇത്രയും പൊക്കം ഉണ്ടാ, ഭയങ്കര പൊക്കമാണ് കണ്ടില്ലേ. ഞാനിങ്ങനെ നിന്നിട്ട് ഇതിനേക്കാൾ പൊക്കമാണ് തന്ന്. വലിയ മുട്ടനൊരു ഒട്ടകം, അതിൻ്റെ തലയൊക്കെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുപോയി. നമുക്ക് ഭയങ്കര സന്തോഷമായി, കൊണ്ടുപോയി. ഞാൻ പിന്നെ അങ്ങനെ കൊണ്ടുപോയപ്പോൾ ആൾക്കാരൊക്കെ നോക്കുക എന്നെ, ഞാനിങ്ങനെ ഒട്ടകമായിട്ട് വരുന്നതാണ് നോക്കുക. ഞാൻ പിന്നെ കൊണ്ടുപോയി റൂമിൻ്റെ അവിടെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണമൊന്നും കൊടുക്കാൻ വേണ്ടി നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാര്യം വരുന്നവരെല്ലാം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, കുബൂസ് അങ്ങനെ ഇങ്ങനെ ഇലകളെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട്, കുടിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും അറിഞ്ഞില്ല. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേ ഉണ്ടല്ലോ അത് പിന്നെയും വലുതായി ആ ഒട്ടകം. അപ്പം ഞാനോർത്ത് പിന്നെ നമുക്കെന്നാൽ അത് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വളർന്നില്ല, ഇപ്പം കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനതിനെ കൊടുത്ത്. അപ്പം കൊടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഒരാളടുത്ത് പറഞ്ഞ് ഒട്ടകത്തിനെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അയാൾ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തുവാ അയാൾ പറഞ്ഞ് പിന്നെ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പിന്നെ എന്താണെന്ന് വെച്ചാൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം നമുക്ക് അങ്ങനെ പൈസ വില പറയാനുള്ളതൊന്നും ഇല്ല, നമുക്ക് അറിയത്തില്ലല്ലോ. അതിൽ എനിക്ക് വെറുതെ തന്നല്ലേ അയാൾ. അപ്പം ഞാൻ എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞു ഇല്ല എന്നാലും പറ. ഞാൻ പറഞ്ഞില്ല, പറയുന്നില്ല, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തരാൻ പറഞ്ഞു. പുള്ളി അന്നേരം കുറച്ച് പൈസ എടുത്ത് എനിക്ക് തന്നിട്ട് പറഞ്ഞ് വെച്ചോ എന്ന് പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്കിന് ഇച്ചിരി കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞ് ഇത് ഇത്രയും കൂടുതലുണ്ടല്ലോ, വേണ്ട, നിങ്ങളെനിക്ക് ഇത്രയും തന്നതല്ലേ, ഇത്രയും പൈസ കൂടുതൽ തന്നതല്ലേ, വേണ്ട, നിങ്ങളെനിക്ക് പൈസയൊന്നും തരണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിക്കാരൻ്റെ പൈസ ഒന്നും മേടിച്ചില്ല, പുള്ളിക്കാരനെ കൊടുത്തേച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വേറൊരു ദിവസം ഇതുപോലെ ഇവിടെ വന്നപ്പോഴത്തേക്കും പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ഇട്ട് ഒട്ടകത്തിനൊക്കെ അറുത്ത് ഇങ്ങനെ ആൾക്കാർ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കിനും ഒരു വലിയൊരു ഒട്ടകത്തിനെ അറുക്കുന്നു. വലുതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇത്രയും വണ്ണമുണ്ട്, ഭയങ്കര വണ്ണമുള്ള ഭയങ്കര പൊക്കമൊക്കെ ഉള്ള ഒട്ടകം. അപ്പോൾ അന്നേരം ആരുമില്ല, അവർ അറക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഞാനവിടെ എൻ്റെ അടുത്ത് പറഞ്ഞ് പോകരുത്, ആ അറക്കുന്ന ആൾ പോകരുത്, ഇത് ഒട്ടകത്തിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ച് പോയപ്പോൾ ഞാൻ ചോദിച്ചെന്ന് നമ്മൾ പുള്ളി ഹെൽപ്പ് ചെയ്യാനിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല പോകുമെന്ന് പറഞ്ഞു. ഇല്ല, നിനക്കുള്ളതായി ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ അറുത്ത് അതിൻ്റെ പകുതി എനിക്ക് തന്നു. ഞാൻ കൊണ്ടുപോയിട്ട് റൂമിൽ കൊണ്ടുവച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചായിട്ട് എടുത്ത് റെഡിയായി കഴിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല അത് വേണമെങ്കിൽ നാളെ പറയാം, ഇന്ന് പറയണ്ട. കാര്യം എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി വലുതായിപ്പോവും. കേൾക്കുന്നവരെ മൊത്തം കേൾക്കത്തുമില്ല, അത് നാളെ പറയാം കേട്ടോ. അപ്പം ബൈ, ഓക്കെ ബൈ.